ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ദൃശ്യമുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണും. PC വിഷ്ണുനാഥ് MLA ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ദൃശ്യമാണ് നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. അതായത് ജയിച്ചു കഴിഞ്ഞ് പിന്നീട് ആ വഴി തിരിഞ്ഞു നോക്കാതെ പോയ MLA ഒടുവിൽ ഇലക്ഷൻ ആകുമ്പോൾ വീണ്ടും എത്തുകയാണ്. അപ്പോൾ കുടിവെള്ള പ്രശ്നമടക്കം ഉന്നയിച്ചുകൊണ്ട് MLA ചോദ്യം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ചിത്രം നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിരുന്നു. അവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത്. രാജ്കുമാറിനോടൊപ്പമാണ് അമ്മ നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് അത്തരത്തിൽ അവർ MLA ചോദ്യം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ രാഷ്ട്രീയം എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവർ കോൺഗ്രസ് പ്രവർത്തകയാണ് എന്നാണ് ഇന്നലെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും അവർ തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കും. രാജ്കുമാർ, ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ദൃശ്യമായിരുന്നു ആ അമ്മയുടേത്. ഈ ജയിച്ചതിന് ശേഷം ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത PC വിഷ്ണുനാഥിനെ ചോദ്യങ്ങൾ കൊണ്ട് വിറപ്പിക്കുന്ന ഒരു ദൃശ്യം ഇന്നലെ എല്ലാവരും ഏറ്റെടുക്കുന്നത് കണ്ടു. എന്താണ് രാജ്കുമാർ അവർക്ക് പറയാനുള്ളത്? മനു, അത് ഏറ്റവും വലിയ കോമഡിയാണ്. നമ്മൾ 2026 കോമഡിയാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പം നമ്മളെല്ലാം ഈ തെരഞ്ഞെടുപ്പ്, ഞാൻ കഴിഞ്ഞ ഒരു 26 വർഷമായി കേരളത്തിൽ തുടരുന്നു. അപ്പോൾ അത്രയും നാളായും ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ നമ്മൾ പോകുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി അവിടെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു നേതാക്കൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ് പോകുന്നതെങ്കിൽ INTUC തൊഴിലാളികളായിരിക്കും മുന്നിൽ നിന്ന് സ്വീകരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. CPMൻ്റെ ആൾക്കാരാണ് നേതാക്കളാണ് പോകുന്നതെങ്കിൽ CATUവിൻ്റെ ആൾക്കാർ വരും. CPIയുടെ ആണെങ്കിൽ AATUC വരും. ഇനി പ്രേമേന്ദ്രൻ്റെ ആണെങ്കിൽ UTUC മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കശുവണ്ടി തൊഴിലാളികൾക്ക് നല്ല ഒന്നാന്തരം രാഷ്ട്രീയം അറിയാവുന്നവരാണ്. അവരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഈ നടുവൊടിഞ്ഞിരുന്നവർ ജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്, അല്ലാതെ ആരുടെയും ഇതൊന്നുമല്ല. ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ 5 വർഷം ഈ കുണ്ട്രയിൽ ഒന്നും ചെയ്തില്ല എന്നൊരാക്ഷേപത്തിന് വിധേയനായ ഒരു MLA കൂടിയാണ് PC വിഷ്ണുനാഥ്. കുണ്ട്ര താലൂക്ക് പഴയ ആശുപത്രിയിൽ കറണ്ട് പോയി, അതിൻ്റെ പേരിൽ ജനറേറ്ററിൽ പ്രവർത്തിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പോലും ആക്ഷേപത്തിന് കൂട്ടുനിന്നതല്ലാതെ അവിടെ ഈ പെട്രോൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മണ്ണെണ്ണ വാങ്ങിക്കാനോ ഡീസൽ വാങ്ങിക്കാനുള്ള പണം പോലും MLA എന്ന നിലയിൽ അദ്ദേഹം നൽകിയില്ല എന്നായിരുന്നു കുണ്ട്രയിൽ നിന്ന് വന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ പറഞ്ഞ ഒരു പരാതി. ഇതാണ് ഒരു MLA ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോലും രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മാത്രമല്ല, അദ്ദേഹം ഏത് സമയത്തും കർണാടകയിലും ആന്ധ്രയിലും കറങ്ങി നടക്കുക, കുണ്ട്രയിലില്ലെന്നൊരു ആക്ഷേപം. അതുപോട്ടെ, ഇപ്പോൾ ഈ കുണ്ട്രയിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സെൻറ് മേരീസ് കാഷ്യൂ ഫാക്ടറിയില്ലേ, സെൻറ് മേരീസ് കാഷ്യൂ ഫാക്ടറിയിൽ കഴിഞ്ഞ ദിവസം അവിടെ വന്നു. മെഡിക്കൽ ക്യാമ്പായിരുന്നു. അവിടെ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യമായി നടക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ്, അതായത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ അടുത്ത് നിൽക്കുന്ന ഈ ശോഭ, അവരുടെ നാട്ടിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. MLA എന്ന നിലയിൽ പലവട്ടം പറഞ്ഞിട്ടും പരിഹരിക്കുന്നില്ലല്ലോ, അത് പരിഗണിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നേരിട്ടത്. ഇതിന് മറുപടി പിന്നീട് ഇത് അവിടെ വൈറലായി. ഇപ്പോൾ കൈരളി ന്യൂസ് ഉൾപ്പെടെ നമ്മൾ ആ വാർത്ത ഇന്നലെ നൽകിയിരുന്നു. അത് ജനം അത് ഏറ്റെടുത്തു. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത്. അത് ലോകം മുഴുവനും മലയാളികൾ അത് കാണുകയും ചെയ്തു. പിന്നീട് PC വിശ്വനാഥ് കൊല്ലം പ്രസ് ക്ലബ്ബിൽ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത്, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ശോഭ CPMൻ്റെ നേതാവാണ്, കോൺഗ്രസ്സുകാരിയല്ല, ഇവരുടെ മകൾ CPMന് വേണ്ടി മത്സരിച്ചവരാണ്, അതുകൊണ്ട് ഈ ശോഭ പറയുന്നതെല്ലാം കള്ളത്തരമാണ്, CPMൻ്റെ രാഷ്ട്രീയം എന്നാണ് പറഞ്ഞത്. ഇത് PC വിശ്വനാഥ് MLA ഒരു കശുവണ്ടി തൊഴിലാളിയാണ്, ഒരു സ്ത്രീയാണ് എന്നുപോലും നോക്കാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഈ ശോഭയെ ഈ നിലയിൽ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അടുത്ത് നിന്ന കോൺഗ്രസ് നേതാക്കളും മൗനം പാലിച്ചു. കാര്യം അവർക്ക് അവരുടെ മാനം രക്ഷിച്ചേ മതിയാകൂ. ബാക്കി ഈ ശോഭ തന്നെ പറയും. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? നമ്മുടെ MLA അവിടെ വന്നു, സെൻറ് മേരീസ് ഫാക്ടറിയിൽ. ഞാൻ അവിടെ ജോലി ചെയ്യുക. ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. അദ്ദേഹം വന്ന് ക്യാമ്പെല്ലാം തൊഴിലാളികളടുത്തെല്ലാം സംസാരിച്ച് നിൽക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞ് എനിക്ക് പരാതിയുണ്ടെന്ന് പറഞ്ഞ്, പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, സാറ് തെരഞ്ഞെടുപ്പിന് വന്നിട്ട് ഇപ്പോഴല്ലേ സാറിൻ്റെ ഒരു തിരുമുഖം കാണുന്നത്. ഞങ്ങളുടെ കശുവണ്ടി തൊഴിലാളിയുടെ പ്രശ്നങ്ങളൊന്നും തന്നെ സാറ് പരിഹരിച്ചിട്ടില്ല. കുടിവെള്ള പദ്ധതി ഇവിടെ ഞാൻ കടവിൻ്റെത് കൊണ്ടുവന്ന്, അത് മേഴ്സിക്കുട്ടിയമ്മയാണ് അത് ഇത്രയും ചെയ്തു വെച്ചത്. ആ വെള്ളം ഞങ്ങൾക്ക് ഇതുവരെയും 5 വർഷക്കാലമായി ഇതുവരെ അത് ഞങ്ങൾക്ക് നടപ്പാക്കി തന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പെൻഷൻ 500 പ്രോവിഡന്റ് പെൻഷൻ 500 രൂപ വാങ്ങിക്കുന്ന തൊഴിലാളിയുണ്ട്, 600 രൂപ വാങ്ങിക്കുന്ന തൊഴിലാളിയുണ്ട്. ഇതിനും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രേമേന്ദ്രൻ ഇവിടെ വന്ന തെരഞ്ഞെടുപ്പിന് വന്ന സമയത്തും അദ്ദേഹത്തോട് പറയും ഞാൻ വിജയിച്ചു പോകട്ടെ, അവിടെ ചെന്ന് ഞാൻ ഇത് അവിടെ സംസാരിച്ച് അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് ഉടനെ തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞു. ആ MP ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ വരുമ്പം വരും.
അല്ലാത്തപ്പം വരത്തില്ല. ഈ വിധമായ ഞങ്ങളെ കശുവണ്ടി തൊഴിലാളിയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പം അവർ CPM-കാരാണ് മറ്റവരാണെന്ന് പറഞ്ഞങ്ങ് ഒഴിയുക. ഞാൻ KPP കമ്പനിയിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്നു കശുവണ്ടി തൊഴിലാളിയുടെ. ഞാൻ അവിടുത്തെ യൂണിയൻ്റെ അവിടെ ഞാൻ 28 വർഷം ഞാൻ അവിടെ ജോലി ചെയ്ത് എല്ലാ ആനുകൂല്യത്തോടു കൂടി പെൻഷനായി ഞാൻ ഇറങ്ങിയതാണ്. അവിടുത്തെ INTUC-യുടെ എന്തായിരുന്നു കൺവീനറായിരുന്നു യൂണിയൻ്റെ. ആ വേളയിൽ ഞാൻ റിട്ടയർഡ് ആവുന്നു. ഈ സെന്റ് മേരീൻസ് കമ്പനി ഞാൻ തുമ്പിൽ ജോലി ചെയ്യുന്നു. അപ്പോഴാണ് ഈ സംസാരിച്ചത്. എനിക്ക് CPM-ആയിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ മകളുടെ കാര്യം പറഞ്ഞു. എൻ്റെ മകളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയ ആ കുടുംബം CPM-ൻ്റെ കുടുംബമാണ്. അവിടെ ചെല്ലുന്ന എൻ്റെ പെൺകുട്ടി അവരോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ പാർട്ടി അവർക്ക് സീറ്റ് കൊടുത്തു, അവൾ മത്സരിച്ചു. അങ്ങനെ പറയുകയാണെങ്കിൽ കർണാടൻ്റെ മകൾ BJP പോയല്ലോ, ആ കുടുംബത്തിലുള്ളവരെല്ലാവരും BJP-കാരാണോ? ആൻ്റണിയുടെ മകൻ പോയല്ലോ, അതും എല്ലാവരും അങ്ങ് BJP-കാരാണോ? അല്ലല്ലോ. അങ്ങനെ പറഞ്ഞു വെക്കുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല. ഞാൻ KPP-യുടെ കമ്പനിയിൽ നിന്ന് ജോലി അവിടെ കമ്പനി അടച്ച് ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ പോയിട്ടില്ല. ഞാൻ കോൺഗ്രസ്സുകാരിയായിട്ട് തന്നെ നിന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒന്നിനും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പിന്നെ എന്നെ ഇങ്ങനെ വിശ്വനാഥ് സാറ് പറയേണ്ടുന്ന ഒരാവശ്യങ്ങളുമില്ല. കശുവണ്ടി തൊഴിലാളികളുടെ ആവശ്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ കശുവണ്ടി തൊഴിലാളികൾ MLA ആയാലും MP ആയാലും തിരഞ്ഞെടുത്ത് ജയിച്ചു പോയിരുന്ന ഞങ്ങളെ പരാതികൾ ഞങ്ങൾ അരിക്ക വരുമ്പോഴാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ഞങ്ങളെ ഒരു രീതിയാണ്. അവർ വരുമ്പോഴാണ് കാണുമ്പം ഞങ്ങൾ സംസാരിക്കും. അല്ലാതെ ഇതിനകത്ത് CPM-ഓ അല്ല മറ്റൊരു പാർട്ടിക്കാരോ പറഞ്ഞ് പ്രകോപിപ്പിക്കേണ്ട ഒരാവശ്യങ്ങളുമില്ല. അങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്കത് കാണാനും കേൾക്കാനും അത് എന്താണെന്ന് മനസ്സിലാക്കാനും കഴിവുള്ള ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് ചോദിച്ചത്. അതിന് വിശ്വനാഥ് സാർ ഇത്രയും എന്നെ പറ്റി പറയേണ്ടേ, എൻ്റെ കുടുംബത്തെ പറ്റി പറയേണ്ട ഒരാവശ്യങ്ങളും ഇല്ല. അപ്പോഴും ഞാൻ പറയുന്നു, ഞാനൊരു കോൺഗ്രസ്സുകാരിയായിരുന്നു. 28 വർഷം ഞാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. ആരൊക്കെയായിരുന്നു നേതാക്കൾ ഈ ശോഭ ചേച്ചിയെ കൊണ്ടുപോയതും ഒക്കെ ഈ ഓരോ പരിപാടികൾക്കൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഏതൊക്കെ നേതാക്കളെ അറിയാമോ? അറിയാം. KRB സഹജണ്ണൻ എൻ്റെ സഹോദരനാണ്. അദ്ദേഹമുണ്ട്. പിന്നെ നമ്മളെ KPP ജംഗ്ഷനിൽ താമസിക്കുന്ന ശിവശങ്കര പുള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള യൂണിയനിലാണ് ഞാൻ കൺവീനറായിട്ട് പ്രവർത്തിച്ച 28 വർഷം. അവരൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു, നോക്കി അവരാരും ഒരു അക്ഷരവും മിണ്ടിയില്ല. കാരണം അവിടെ വന്ന കോൺഗ്രസിൻ്റെ ഇവിടെ ഈ വാർഡിലെ മെമ്പർ അനീഷ്, അപ്പോൾ തൊട്ടപ്പുറത്തെ മെമ്പറായി ജയിച്ച സജീവ്, എന്നെ അറിയുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിരുന്നു അവിടെ നിന്നവർ മൊത്തം പേര്. ഒരു വ്യക്തികളും ഇല്ല ഞാൻ അറിയാത്ത ആൾക്കാർ. കാരണം ഞാൻ കോൺഗ്രസിന് വേണ്ടി നിന്ന വ്യക്തിയായതിൻ്റെ പേര് എന്നെ അറിയാം അവർക്കെല്ലാവർക്കും. ഞാൻ അനുകൃതമായിട്ടോ അനാവശ്യമായിട്ടോ യാതൊരു വാക്കുകളും ഞാൻ സംസാരിച്ചില്ല. ഞങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. റോഡിൻ്റെ കാര്യം പറഞ്ഞ് ഇതൊന്നും ചെയ്തിട്ടില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ് അതൊന്നും വിശ്വനാഥ് സാറ് ചെയ്തിട്ടില്ല. പെൻഷൻ്റെ അതും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട എന്തിനാ സാറേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. സാറ് ഇലക്ഷന് വന്ന് വോട്ട് ചോദിച്ചു, സാറ് പോയി, സാറ് ജയിച്ചു. അദ്ദേഹം പറയുന്നത് ശോഭ ചേച്ചി ശോഭ അമ്മ കോൺഗ്രസ്സുകാരി അല്ല, CPM-ന്റെ ആളാണ്. പറയട്ടെ, മകള് CPM-ന് വേണ്ടി മത്സരിക്കുക ചെയ്തു. മാത്രമല്ല ഇതെല്ലാം കവർ ചെയ്തത് അവിടുത്തെ CPM-കാർ തന്നെയാണ് ഈ വീഡിയോ എടുത്ത് പുറത്ത് വിട്ടത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ. വീഡിയോ എടുക്കുന്ന കാര്യം ഒന്നും എനിക്കറിയത്തില്ല. അതെന്താണെന്നൊന്നും അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കോൺഗ്രസ്സുകാരി തന്നെ ആയിരുന്നു. 28 വർഷം ഞാൻ KPP-യുടെ കമ്പനിയിൽ ഷെല്ലിങ്ങിലെ കൺവീനറായിരുന്നു. ഞാൻ 100-300 തൊഴിലാളികളെ നയിച്ച ഒരു കൺവീനറാണ് ഞാൻ. എന്നെ ആരും പാർട്ടിപരമായിട്ടോ യൂണിയൻ്റെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പം കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ സൂചനമായിട്ടുള്ള പ്രവൃത്തികളായിപ്പോയി ചെയ്യുന്നത്. മുന്നിരുന്ന മന്ത്രിമാരും MLA-മാരും ചെയ്ത കഴിവൊന്നും ഇപ്പോൾ ഉള്ളവർക്കില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഈ സംസാരിക്കേണ്ടെന്ന അവസരം എനിക്ക് വരുത്തില്ലായിരുന്നു. സംസാരിക്കണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഇരുന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വരുമ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പ്രേമേന്ദ്രൻ വരുമായിരുന്നു, അദ്ദേഹത്തിനോടും സംസാരിക്കുമായിരുന്നു. ഇപ്പം വിശ്വനാഥ് വന്ന് സംസാരിച്ചപ്പോഴാണ് ഇത്രയും എന്നിലും എൻ്റെ മകളെ കൂടെ അതിനകത്തോട്ട് വലിച്ചടിക്കുന്നത്. എൻ്റെ മകളെ വിവാഹം കഴിച്ചിട്ട് 27 വർഷമായി. എൻ്റെ മകള് ഭർത്താവിൻ്റെ വീട്ടിലാണ്. അദ്ദേഹമാണ് അവളെ കാര്യങ്ങൾ. ഇതാണ് PC വിശ്വനാഥൻ. PC വിശ്വനാഥനോട് എന്താ പറയാനുള്ളത്? PC വിശ്വനാഥ് പറയേണ്ടുന്നത് ഈ തെറ്റിദ്ധാരണ ഒട്ടും ശരിയുള്ള കാര്യമല്ല സാറേ. ഞാൻ സാറ് തെറ്റിദ്ധരിപ്പിക്കരുത് ആരെയും. ഞാൻ CPM-കാരിയായിട്ട് ഒരു പ്രവർത്തനത്തിന് പോയിട്ടില്ല, അങ്ങനെ പോകത്തുമില്ല. ഇപ്പം ഞാൻ ഇനി എന്താണെന്നുള്ളത് ഇനിയുള്ള തീരുമാനമാണ്. ഇതുവരെ ഞാൻ കോൺഗ്രസിൽ നിന്ന് മാറി അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷേ അവിടെ നിൽക്കുക ഓരോരുത്തർ പറഞ്ഞ് ഞാൻ CPM-കാരിയായി, എന്നെ CPM-കാർ പറഞ്ഞ് ധരിപ്പിച്ചതാണെന്ന്. എന്നെ CPM-കാർ പറഞ്ഞ് ധരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല.
27 വർഷം കൊണ്ട് 28 വർഷം കൊണ്ട് ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ എന്ത് സംസാരിക്കണം, ഈ നാട്ടിൽ എന്ത് നടക്കുന്നെന്ന്. എൻ്റെ വാർഡിലാണ് വെള്ളമില്ലാത്തത്, എൻ്റെ വാർഡിൽ കുടിവെള്ളം ഇല്ല. പിന്നെ 2000 രൂപ ഞങ്ങൾക്ക് പിണറായി സർക്കാർ പെൻഷൻ തരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. അത് എത്രയോ പേര് ഈ ആ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് ഈ നമ്മുടെ നാട്ടിൽ, ഒരു ജോലിക്കും പോവാതെ. ഇത് പറഞ്ഞാ കണ്ടി കേട്ടില്ലേ പിണറായിയെ പുകഴ്ത്തുന്നെന്ന് പറയും. അപ്പോൾ പൊടുത്തുന്നതല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞിരുന്ന ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഇവിടെ വരുന്ന കുഴപ്പങ്ങൾ. എനിക്കത് പ്രശ്നമല്ല, ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം. എനിക്കറിയാം, എൻ്റെ കുടുംബത്തിനും അറിയാം. എനിക്ക് അതിൽ വലിയ ഒരു കാര്യവും ഇല്ല. മനു, ഞാനതിങ്ങനെ കേട്ട് നിൽക്കുകയായിരുന്നു രാജ്കുമാർ. ഇന്നലെ ആ വീഡിയോ വൈറലായതിനു ശേഷം അവർക്ക് നേരെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ഉയർത്തിയ, PC വിഷ്ണുനാഥ് ഉയർത്തിയ എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടി അവർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ഓർത്തു നോക്കൂ, 28 വർഷം കശുവണ്ടി കമ്പനിയിൽ കോൺഗ്രസ് യൂണിയന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശോഭ എന്ന് പറയുന്ന ആ അമ്മ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിമർശനം ഉന്നയിച്ചപ്പോൾ അവരെ CPIM-കാരിയാക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് വിമർശനങ്ങളോട് തീരെ സഹിഷ്ണുതയില്ല, ആരെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ തന്നെ അവരുടെ രാഷ്ട്രീയ ചേരി പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത്. അതാണ് PC വിഷ്ണുനാഥ് ഈ വിഷയത്തിൽ ശോഭ എന്ന് പറയുന്ന ആ അമ്മയോട് ചെയ്തത്. അവർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്, പക്ഷേ ഇനി എനിക്ക് ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കേണ്ടതുണ്ടോ എന്ന്. ഏതായാലും ജയിപ്പിച്ച് വിട്ടതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ ഇലക്ഷനായപ്പോൾ വെളുക്കച്ചിരിച്ചു കൊണ്ടുവരുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഇന്നലെ PC വിഷ്ണുനാഥിനോട് ശോഭ എന്ന് പറഞ്ഞ ആ അമ്മ നൽകിയത് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നു.